ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇവിടെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അബ്രഹാം ലിങ്കന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ്. അതെ അതെ, അബ്രഹാം ലിങ്കന്റെ കവിത അദ്ദേഹം എന്തിനാണ് ഉദ്ധരിച്ചതെന്ന് എനിക്കും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും ഈ കണ്ടക്സ്റ്റുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇനി അദ്ദേഹം ഉദ്ധരിച്ച അബ്രഹാം ലിങ്കൻ കമ്മ്യൂണിസത്തെ എതിർത്തിരുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പരന്ന വായനയിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പറ്റി അബ്രഹാം ലിങ്കൻ തന്നെ പറഞ്ഞത് പോവർട്ടി അല്ല ഷെയർ ചെയ്യപ്പെടേണ്ടത് പ്രോസ്പെരിറ്റി ആണെന്ന് പറഞ്ഞ കാർൽ മാർക്സിനെ റദ്ദ് ചെയ്തുകൊണ്ട് ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അബ്രഹാം ലിങ്കൻ പറഞ്ഞ അതേ അബ്രഹാം ലിങ്കനെ തന്നെ താങ്കൾ ഈ ചർച്ചയിൽ കോട്ട് ചെയ്യുന്നതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അബ്രഹാം ലിങ്കൻ ശരിയായിരുന്നുവെന്ന് താങ്കൾ സമ്മതിക്കുന്നതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളോട് ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കവിത ചൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഉള്ളൂർ എസ് പരമേശ്വരന്റെ പിന്നെ കാക്കേ കാക്കേ കൂടെവിടെ എന്നുള്ള കവിത ചൊല്ലിയാൽ മതിയായിരുന്നു. അങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജി പോലും വെക്കാതെ കൂടുവിട്ട് പോയി നിങ്ങളുടെ MLA ആയിരുന്ന ആള് പിന്നീട് നിങ്ങൾ പോലും അറിയാതെ പാർലമെന്റ് ഇലക്ഷനിൽ ഗഗൻ മർമു എന്ന് പറയുന്ന ആള് മത്സരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കാക്കേ കാക്കേ കൂടെവിടെ എന്നുള്ള കവിതയും കൂടെ താങ്കൾക്ക് ചൊല്ലാം. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് നിങ്ങളൊക്കെ മാറണം. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാം ഗംഭീരമാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് പോകരുതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. കേരളത്തിലെ ഒരൊറ്റ വർഗീയവാദിയുടെ പോലും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടാണ്. എന്നിട്ട് ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ആളുകൾ വർഗീയവാദികളല്ല. അവർ ആ വർഗീയ രാഷ്ട്രീയം വിടുന്നു, അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വർഗീയവാദികളുടെ വോട്ട് ബാങ്ക് കുറയുവാൻ പാടില്ല എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നതിനകത്ത് എന്തൊക്കെയോ ദുഷ്ടലാക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിൽ അപ്പം ചോദിച്ച് തെരുവിൽ അല്ലറിക്കറിഞ്ഞ സ്ത്രീകളോട് കേക്ക് തിന്നാൻ പറഞ്ഞ രാജ്ഞിയുടെ മനസ്സ് ഭരണാധികാരിക്കുണ്ടായാൽ ജനം പ്രാഗി കുത്തും. അതാണ് തൃക്കാക്കരയിൽ അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. രണ്ടാം ഊഴത്തിന്റെ 1ാം വാർഷികത്തിൽ സർക്കാരിന്റെ ഫുൾ A+ പ്രോഗ്രസ് റിപ്പോർട്ടിന് ജനം നൽകിയ മധുരച്ചൂരൽ പ്രയോഗമാണിത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇടതുപക്ഷത്തിന്റെ ലേബലിൽ ഇടതുപക്ഷ വിരുദ്ധത വിളമ്പുന്നത് ചായരായ കുപ്പിയിൽ ഗംഗാജലം എന്ന ലേബൽ ഒട്ടിക്കുന്നത് പോലെ കുറ്റകരമാണ്. അത് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന ആരാ? ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. ഏതെങ്കിലും UDF നേതാവല്ല. NM പിയേഴ്സണിനെ പോലെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. ഇവിടെ ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയ കേരളത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങളൊക്കെ ജനങ്ങൾ മറക്കുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവർ നിങ്ങളുടെ പൊള്ളയായ വികസനവാദങ്ങളെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് വീട് വീടാന്തരം കൊടുത്തില്ലേ സർക്കാരിന്റെ? ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കൂടിയല്ലേ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത്? ഈ പാതിരിമാർക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ സമരങ്ങൾ, നിങ്ങൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, നികൃഷ്ടജീവി എന്ന് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടുള്ള പ്രസ്താവനകളെല്ലാം മറന്നുകൊണ്ട് ഒരു പിതാവിനെ അടുത്തിരുത്തിക്കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുക. ഉളുപ്പുണ്ടട ചക്കണക്ക്. മുകേഷ് സിനിമാ താരമാണ്. മുകേഷിനെ അവതരിപ്പിക്കാൻ നിങ്ങൾ ഏതെങ്കിലും സിനിമാ ലൊക്കേഷനിൽ പോയിട്ടാണോ അവതരിപ്പിച്ചത്? അല്ല, നിങ്ങൾക്ക് കൃത്യമായി ഇത് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി നിൽക്കണമായിരുന്നു. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കേരളത്തിൽ ഒരു കാരണവശാലും നടത്തുവാൻ പാടില്ലാത്ത കമ്മ്യൂണൽ പോളറൈസേഷൻ കാലാകാലങ്ങളായി CPM നടത്തുക. അതിന് തുടക്കക്കാരൻ പിണറായി വിജയന. SDP പറ്റി നമ്മൾ പറയാറുണ്ട് തീവ്രമായ വർഗീയ പ്രസ്ഥാനമാണ്. പക്ഷേ CPM ഹിന്ദു വർഗീയത ഓടുന്ന കാലത്ത് ഹിന്ദു വർഗീയത പറയും, ഇസ്ലാമിക വർഗീയത ഓടുന്ന കാലത്ത് ഇസ്ലാമിക വർഗീയത പറയും, ക്രിസ്തുമത വർഗീയത ഓടുന്ന കാലത്ത് ക്രിസ്തുമത വർഗീയത പറയും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.